ഹലോ. നമ്മുടെ മൈൻഡിൻ്റെ പവർ വെച്ചിട്ട് നമ്മുടെ ബോഡിയിൽ തന്നെ ഹീൽ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലേ. അത് പ്രൂവ് ചെയ്യുന്ന ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 1957 മിസ്റ്റർ റൈറ്റ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ലിംഫോസൈക്കോമ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാൻസർ പിടിപെട്ടു. ദേഹം മൊത്തം ട്യൂമേഴ്സിനായാലും മൂടപ്പെടുന്ന ഒരു തരം അസുഖത്തിനാണ് ലിംഫോസൈക്കോമ എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലോ ഇനി അധികകാലമൊന്നും ജീവിച്ചിരിക്കില്ല എന്നുള്ളത് വിധി എഴുതുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിസ്റ്റർ റൈറ്റ് ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് കാണുന്നത്. ലിംഫോസൈക്കോമയ്ക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റൽ ഡ്രഗ് വന്നിട്ടുണ്ട്. ക്രാബിയോസിൻ എന്നാണ് ആ ഇഞ്ചക്ഷൻ്റെ പേര്. അത് മാത്രമാണ് ഇതിലൊരു ലാസ്റ്റ് ഹോപ്പ് എന്നുള്ളത്. ഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരൻ ഫിനാൻഷ്യലി സൗണ്ട് ആയിരുന്നതിനാലും ഇതല്ലാതെ ഇനി വേറൊരു ഹോപ്പ് ഇല്ലയെന്ന് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടും പുള്ളി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുകയാണ് ഈ ഇഞ്ചക്ഷൻ കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മിറാക്കുലസ്ലി പുള്ളിക്കാരൻ്റെ 90 to 95% ട്യൂമർ സെൽസും ഷ്രിങ്ക് ചെയ്ത് വന്നു. പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് ഓക്കെ ആയി വരികയും ചെയ്തു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ ന്യൂസ് പേപ്പറിൽ അടുത്തൊരു ന്യൂസ് കാണാനിടയായത്. ക്രാബിയോസിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ലിംഫോസൈക്കോമയിൽ ഒരു ആക്ഷൻ ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇറ്റ്സ് എ ഫ്രോഡ് ഡ്രഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് പുള്ളിക്കാരൻ വീണ്ടും കാണാനിടയായി. പുള്ളിക്കാരൻ ഒബ്വിയസ്ലി ആകെ അസ്വസ്ഥനാവുകയും ചെയ്തു. ഈ ഷ്രിങ്ക് ചെയ്ത് പോയ ട്യൂമേഴ്സ് എല്ലാം കൂടെ റീഅപ്പിയർ ചെയ്യുകയും ചെയ്തു. പുള്ളിക്കാരൻ്റെ ഈ രണ്ട് ഫേസും കണ്ട് ഡോക്ടേഴ്സിന് അന്നേരം മനസ്സിലായി ഈ മെഡിസിൻ അല്ല പുള്ളിക്കാരനെ എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ അസുഖം മാറും എന്നുള്ള ഹോപ്പാണ് പുള്ളിക്കാരനെ ക്യൂർ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കിയ ഡോക്ടേഴ്സ് ഒരു കാര്യം തീരുമാനിക്കും. ഈ ക്രാബിയോസിൻ എന്ന് പറഞ്ഞ ഡ്രഗിൻ്റെ തന്നെ പൊട്ടൻ വേർഷൻ, കുറേ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള വേർഷൻ ആണെന്ന് പറഞ്ഞിട്ട് വെറും സ്റ്റെറൈൽ വാട്ടർ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങും ഡോക്ടേഴ്സ്. എന്നിട്ട് പുള്ളിക്കാരൻ അത് കൺവിൻസ് ചെയ്ത് എടുക്കുകയും ചെയ്യും. അന്ന് മുതൽ ഡോക്ടേഴ്സ് മിസ്റ്റർ റൈറ്റിന് നമ്മുടെ സ്റ്റെറൈൽ വാട്ടർ ഇഞ്ചക്ഷൻസ് കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ മിസ്റ്റർ റൈറ്റ് വിശ്വസിച്ചിരുന്നത് ഇത് ക്രാബിയോസിൻ്റെ സ്ട്രോങ്ങർ അല്ലെങ്കിൽ പൊട്ടൻ വേർഷൻ ആണെന്നാണ് പുള്ളിക്കാരൻ വിശ്വസിച്ചിരുന്നത്. പതിയെ പതിയെ പുള്ളിക്കാരൻ്റെ ട്യൂമേഴ്സ് എല്ലാം ഷ്രിങ്ക് ചെയ്ത് തുടങ്ങുകയും ചെയ്തു. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? That drug doesn't do any healing to his body, right? But his belief and his mind's ability to influence each cell of his body, ആ ഒരു കാര്യമാണ് ആളുടെ അസുഖത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്തിട്ടുള്ളത് അല്ലേ. സോ കീപ് ഇൻ മൈൻഡ് ദാറ്റ് ബിലീഫ് ഗിവ് ദ പവർ ടു അച്ചീവ് ദ എക്സ്ട്രാordinary. And don't forget, every second is a chance to turn your life around. Keep going. Take care. Bye-bye.